ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്ന സമയം എപ്പോഴാണെന്നറിയോ? ഡോക്ടർമാരുടെ ക്ലാസ്സിൽ കേട്ടാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്ന സമയം രാവിലെ 7 മണിക്കും 8 മണിക്കും ഇടക്കാണ്. ഹാർട്ട് അറ്റാക്ക് നടക്കുന്ന സമയം ഏതാണ്? 7 മണി 8 മണിൻ്റെ ഇടയ്ക്ക്. രാത്രി അങ്ങ് ഉറങ്ങിയാൽ ശരീരത്തിന് ഹാർട്ടിന് വരുന്ന ഒരു തരത്തിലുള്ള ഒരു ഹാർട്ട്, അതിൻ്റെ കൃത്യമായ പമ്പിങ് ആരോഗ്യത്തോടുകൂടെ അതിന് ചെയ്യാൻ കഴിയില്ല. നമ്മൾ തളർന്നു കിടക്കുക, നമ്മൾ അനങ്ങുന്നില്ല, എക്സസൈസ് നടക്കുന്നില്ല. ആ ഒരു പമ്പിങ് തുടർന്ന് ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ വരേക്കും കൃത്യമായിട്ടങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനം, ഏതെങ്കിലും ശാരീരിക തകരാറുള്ള ആളുകൾക്ക് അവിടെ ഒരു ബ്ലോക്ക് വന്ന് ഉറക്കത്തിൽ അറ്റാക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഡേഞ്ചറസ് സമയം എന്ന് പറയുന്നത് 7 മണി 8 മണി സമയത്തിനിടയിലാണെന്നാണ്. ലോകത്തങ്ങനെയാണ്. ഉറക്കത്തിൽ മരിക്കുന്നവർ, ഹാർട്ട് അറ്റാക്ക് മരിക്കുന്നവർ രാവിലെ 7 മണി 8 മണി സമയത്തിനുള്ളിലാണ് മരിക്കുന്നതെന്നാണ്. അതിനെ സംബന്ധിച്ചൊരു ചർച്ച നടന്നപ്പം പറയാണ്, അസ്സലാത്തു ഖൈറും മിനൻ നൗം. സുബ്ഹി ബാങ്കിൻ്റെ കൂടെ മുക്രിമാർ വിളിച്ചു പറയുന്ന ഒരു വചനമാണത് അല്ലേ? അസ്സലാത്തു ഖൈറും മിനൻ നൗം. നിസ്കാരമാണ് ഉറക്കിനേക്കാളും നല്ലത്, നിസ്കാരമാണ് ഉറക്കിനേക്കാളും നല്ലത്. എഴുന്നേൽക്കണേ. സുബ്ഹിക്ക് എഴുന്നേറ്റ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യന് ഈ അറ്റാക്കിന്റെ സാധ്യത ഇല്ലാതെയാകുന്നു. സുബ്ഹാനല്ലാഹ്. കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങുന്നവർക്കാണ് ഈ പ്രശ്നം വരിക. സുബ്ഹിന്റെ നേരത്ത് നിർബന്ധമായി നമ്മൾ ഉണരുന്നു, നിസ്കരിക്കുന്നു. പിന്നെ ഉറക്കം അത്രക്ക് നമുക്ക് ഉറക്കം തൂങ്ങുന്നുണ്ടെങ്കിൽ മാത്രം ഉറങ്ങാം. ഇല്ലേ, മിനിമം സൂര്യോദയം നടന്ന് ഒരു 10-20 മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ വിശ്രമത്തിലേക്ക് പോകാവൂ എന്നാണ് പുണ്യനബി പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ആരോഗ്യമുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടേത്.